ഇന്നലെ വൈകുന്നേരം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദാ ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ എനിക്കെന്തോ ഒരല്പം മദ്യപിക്കണം തോന്നിപ്പോയി. ദാ ആ മേശപ്പുറത്ത് പ്ലാച്ചിമൂട്ടിൽ ശശി തന്ന വാറ്റിയാരായും എന്നെ മാടി വിളിച്ചു. കൂട്ടുകാരൻ തന്നതല്ലേ, നിങ്ങൾ അടുത്തില്ലാത്തതിൻ്റെ വിഷമവും. ഒരു കവിളി ഞാൻ കുടിച്ചു കഴിഞ്ഞത് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ശിരകളിൽ വൈദ്യുതി പ്രവാഹം വീണുപോയി ഞാൻ. അയ്യോ മോളെ, ഞാനീ ഈ പപ്പയോട് ക്ഷമിക്കൂ. പപ്പ മരിച്ചു. ദൈവം അയച്ച 2 മാലാഖമാരെ പോലെ അവർ കൃത്യസമയത്തെത്തി. സാറേ, അയ്യോ ഇനി വല്ല ബ്ലഡ് ക്യാൻസറോ കോട്ടയത്തെ പുണ്യാളാ. അയ്യോ ഫോണാണല്ലോ അടിക്കുന്നത്. ഹലോ, ഡോക്ടറാണോ? അല്ല അല്ലേ, ഞാൻ പ്ലാച്ചിമുട്ടിൽ ശശിയാണ്. ഞാൻ ജോൺ സാറിന് കൊടുത്ത മദ്യം അത് വിഷമദ്യമായിരുന്നു. അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയുന്നത്. അത് കഴിക്കരുതെന്ന് പറയണം. വേണ്ട ചെയ്യില്ലേ? അയ്യോ എന്റെ ദൈവമേ, നമ്മുടെ ജോൺ സാറിനൊന്നും സംഭവിക്കില്ലേ? എന്താ ആരാ? ബ്രദറെ, പ്ലാച്ചിമുട്ടി ശശി ഇപ്പൊ വിളിച്ചിരുന്നു. സാറിന് കൊടുത്തത് വിഷമദ്യമാണെന്ന്. എന്റെ ഗീവറീസ് പുണ്യാളാ. സാറിന്റെ മക്കൾ ശേലിക്കും ആനിക്കും ആരാ ഉള്ളത്? വഴിയുണ്ട്. എന്ത് വഴി? ബ്രദറിന്റെ പണമല്ലോ ഉണ്ട്. 3-4 കോടി കാണും. പക്ഷെ ഒക്കെ ബാങ്കിലാ. ഇന്ന് പക്ഷെ എടുക്കാൻ പറ്റില്ല. ടുഡേയ്സ് ഹോളിഡേ. ഓ, ഇന്ന് ടുഡേ ആണല്ലോ. അതെല്ലോ. വേറെ വഴിയുണ്ട്. സാറ് നോക്കണം, ഒരു കുഴപ്പമുണ്ടായിരുന്നു. കൃത്രിമമായ അന്ധവിശ്വാസം കൊടുത്തോളൂ.